പെട്ടെന്ന് നിങ്ങൾക്കൊന്ന് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട്, സാലറി ഇൻകത്തിൽ വരുന്ന സാധനമാണ് പെർക്വിസിറ്റ് എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം. സാലറിയിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 കമ്പോണൻറ്റുകൾ, ഒന്ന് അലവൻസസും 2 പെർക്വിസിറ്റുമാണ്. ഒന്ന് അലവൻസസും 2 പെർക്വിസിറ്റും. അല്ല, അലവൻസസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ മന്ത്ലി ഒരു മോണിറ്ററി എമൗണ്ട് എംപ്ലോയിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതിനെയാണ് നമ്മൾ അലവൻസസ് എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ട് എംപ്ലോയിക്ക് മന്ത്ലി ഒരു പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നതിനെയാണ് നമ്മൾ അലവൻസസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഹൗസ് റെൻ്റ് അലവൻസ് എന്ന് പറയുന്നത് ഹൗസ് റെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് എംപ്ലോയീനെ സഹായിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന അലവൻസ് ആണ്. സോ എംപ്ലോയി ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് റെൻറ്റ് കൊടുക്കേണ്ടി വരുമല്ലോ. സോ ആ റെൻറ്റ് കൊടുക്കുവാൻ വേണ്ടിയിട്ട് എംപ്ലോയീനെ സഹായിക്കാൻ വേണ്ടിയിട്ട് എംപ്ലോയർ കൊടുക്കുന്ന മന്ത്ലി പേയ്മെൻ്റ് ആണ് ഹൗസ് റെൻറ്റ് അലവൻസ് എന്ന് പറയുന്നത്. ഓക്കെ. സോ അലവൻസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് ക്യാഷ് ആയിട്ടാണ് കൊടുക്കുക, അത് മന്ത്ലി ആയിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും. അതിനെയാണ് നമ്മൾ അലവൻസസ് എന്ന് പറയുന്നത്. എന്നാൽ പെർക്വിസിറ്റ് എന്ന് പറയുന്നത് ക്യാഷ് ആയിട്ടല്ല കൊടുക്കുന്നത്, മറിച്ച് ഇൻകൈൻഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ പെർക്വിസിറ്റ്. ഓക്കെ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഹൗസ് റെൻ്റ് അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് വാടകയ്ക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് എംപ്ലോയിക്ക് ഒരു 1000 രൂപയോ 2000 രൂപയോ ക്യാഷ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതിന് പകരം പെർക്വിസിറ്റിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു വീട് നമ്മൾ താമസിക്കാൻ കൊടുക്കുന്നു. അപ്പോൾ മന്ത്ലി പേയ്മെൻറ്റ് ക്യാഷ് ആയിട്ടല്ല കൊടുക്കുന്നത്, ബെനഫിറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഇൻകൈൻഡ് ബെനഫിറ്റ് അതർ ദാൻ ക്യാഷിന് പുറമേ ഉള്ള ഇൻകൈൻഡ് ബെനഫിറ്റ് ആയിട്ട് നമ്മൾ വീട് കൊടുക്കുന്നു, അല്ലെങ്കിൽ മോട്ടോർ കാർ യൂസ് ചെയ്യാൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഫോൺ കൊടുക്കുന്നു. ഫോൺ ഒരു പെർക്വിസിറ്റാണ്, ഫോൺ ഉപയോഗിക്കാൻ കൊടുക്കുന്നു. ഇത്തരം ബെനഫിറ്റുകൾ, ഇൻകൈൻഡ് ആയിട്ട് കൊടുക്കുന്ന ബെനഫിറ്റുകളെയാണ് പെർക്വിസിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? നന്ദികേഷെ, മനസ്സിലായോ? മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഒരു എംപ്ലോയി തൻ്റെ വീട്ടിൽ പണി ചെയ്യാനായിട്ട് ഒരു സ്വീപ്പറിനെ എംപ്ലോയർ കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. എംപ്ലോയർ ഒരു സ്വീപ്പറിനെ എംപ്ലോയിയുടെ വീട്ടിൽ പണിയെടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. അത് അലവൻസ് ആണോ അതോ പെർക്വിസിറ്റ് ആണോ? അഖില പറയൂ. അഖില, ക്യാഷ് ആയിട്ടാണോ കൊടുക്കുന്നത്? ഇവിടെ ക്യാഷ് ആണോ കൊടുക്കുന്നത് അതോ ഒരു സ്വീപ്പറിനെയാണോ കൊടുക്കുന്നത്? ക്യാഷ് ആയിട്ടല്ല കൊടുക്കുന്നത്. അല്ല, ക്യാഷ് ആയിട്ടല്ല, സ്വീപ്പറിനെയാണ് കൊടുക്കുന്നത്. അപ്പൊ അതെന്താണ്? പെർക്വിസിറ്റ് ആണ്. വെരി ഗുഡ്, പെർക്വിസിറ്റ് ആണ്. ഓക്കെ. പകരം എംപ്ലോയിക്ക് മാസം ഒരു 2000 രൂപ വെച്ച് കൊടുക്കുക വിചാരിക്കുക. സർവൻ്റ് അലവൻസ് എന്ന് പറഞ്ഞിട്ട് എംപ്ലോയിക്ക് 2000 രൂപ വെച്ച് കൊടുക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ എംപ്ലോയി ആ 2000 രൂപ വെച്ചിട്ട് ആർക്ക് കൊടുക്കും? എംപ്ലോയിയുടെ വീട്ടിൽ പണിയെടുക്കുന്ന തൊഴിലാളിക്ക് കൊടുക്കും എന്ന് വിചാരിക്കുക. അപ്പോൾ എംപ്ലോയിക്ക് 2000 രൂപ വെച്ച് ക്യാഷ് കൊടുക്കുന്നു, സർവൻ്റ് അലവൻസ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ സർവൻ്റ് അലവൻസ് ആയിട്ട് എംപ്ലോയിക്ക് കൊടുക്കുന്നത് എന്തിനാണ്? എംപ്ലോയിയുടെ വീട്ടിൽ നിൽക്കുന്ന സർവൻറ്റിന് കൂലി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെന്താണ്? ഇത് അലവൻസ് ആണ്, കാരണം ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. അപ്പോൾ പെർക്വിസിറ്റ് എന്താണെന്നുള്ളതും അലവൻസ് എന്താണെന്നുള്ളതും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം കേട്ടോ. അലവൻസ് എപ്പോഴും ക്യാഷ് ആയിട്ടാണ് കൊടുക്കുക, അത് മന്ത്ലി ആയിട്ടാണ് കൊടുക്കുക, ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും കൊടുക്കുക. പെർക്വിസിറ്റ് ക്യാഷ് ആയിട്ടല്ല കൊടുക്കുന്നത്, ഇൻകൈൻഡ് ആയിട്ടാണ് കൊടുക്കുന്നത്, ബെനഫിറ്റ് ആയിട്ടായിരിക്കും കൊടുക്കുക. അതൊരു മോട്ടോർ കാർ കൊടുക്കും ചിലപ്പോൾ യൂസ് ചെയ്യാൻ, ചിലപ്പോൾ മൊബൈൽ ഫോൺ കൊടുക്കും, ചിലപ്പോൾ ലാപ്ടോപ്പ് കൊടുക്കും യൂസ് ചെയ്യാനായിട്ട്. എംപ്ലോയിക്ക് ലാപ്ടോപ്പ് കൊടുക്കും യൂസ് ചെയ്തോളാൻ പറഞ്ഞിട്ട്. ഓക്കെ. അപ്പോൾ എംപ്ലോയി അയാൾക്ക് ഒഫീഷ്യൽ പർപ്പസിനും ആ ലാപ്ടോപ്പ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അയാളുടെ പേഴ്സണൽ പർപ്പസിനും ആ ലാപ്ടോപ്പ് ഉപയോഗിക്കാം. ഓക്കെ. സോ ഇത്തരം സംഗതികളെയാണ് നമ്മൾ പെർക്വിസിറ്റ് എന്ന് പറയുന്നത്. ശബ്ദം ഇവിടെ കേൾക്കട്ടാ, സംസാരിക്കുന്ന ശബ്ദം ഇതിൽ കേൾക്കും. ഓക്കെ.
സോ പെർക്വിസിറ്റ് ഇൻ കൈൻഡ് ആയിട്ടാണ് കൊടുക്കുക, അലവൻസ് ക്യാഷ് ആയിട്ടാണ് കൊടുക്കുക. നമുക്ക് 3 തരം പെർക്വിസിറ്റുകളാണ് നമ്മൾ പരിചയപ്പെട്ടത്. 3 തരം പെർക്വിസിറ്റുകൾ. ഒന്നാമത്തെ പെർക്വിസിറ്റ്സ് ടാക്സബിൾ ഇൻ കേസ് ഓഫ് ഓൾ എംപ്ലോയീസ്, എല്ലാ തരം എംപ്ലോയീസിനും ടാക്സബിൾ ആയിട്ടുള്ള പെർക്വിസിറ്റ്. 2 പെർക്വിസിറ്റ്സ് ടാക്സബിൾ ഇൻ കേസ് ഓഫ് സ്പെസിഫൈഡ് എംപ്ലോയീസ് ഓൺലി, സ്പെസിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് മാത്രം ടാക്സബിൾ ആയിട്ടുള്ള പെർക്വിസിറ്റ്. 3 പെർക്വിസിറ്റ്സ് വിച്ച് ഈസ് ടാക്സ് ഫ്രീ, ടാക്സ് അടയ്ക്കേണ്ടാത്ത ബെനഫിറ്റുകൾ. ഈ 3 തരം പെർക്വിസിറ്റുകളാണ് നമ്മൾക്ക് നിങ്ങളുടെ സിലബസിൽ കാണാനുള്ളത്. ഓക്കെ, ഏതൊക്കെയാണ് പെർക്വിസിറ്റ്സ് ടാക്സബിൾ ഇൻ കേസ് ഓഫ് ഓൾ എംപ്ലോയീസ്, എല്ലാതരം എംപ്ലോയീസിനും ടാക്സബിൾ ആയിട്ടുള്ള പെർക്വിസിറ്റ്. 2 പെർക്വിസിറ്റ്സ് ടാക്സബിൾ ഇൻ കേസ് ഓഫ് സ്പെസിഫൈഡ് എംപ്ലോയീസ് ഓൺലി, സ്പെസിഫൈഡ് എംപ്ലോയീസ് ആണെങ്കിൽ മാത്രം ടാക്സബിൾ ആയിട്ടുള്ള പെർക്വിസിറ്റ്സ് ഉണ്ട്, അതാണ് രണ്ടാമത്തെ. 3 ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ്, ദാറ്റ് ഈസ് ഫ്രീ ഓഫ് ടാക്സ് അടയ്ക്കേണ്ട അത്തരം ബെനഫിറ്റുകൾ. സോ ഈ 3 തരം ബെനഫിറ്റുകളിൽ ആദ്യത്തെ ബെനഫിറ്റ് നമ്മൾ കണ്ടു. ഏതാണ്? പെർക്വിസിറ്റ്സ് ടാക്സബിൾ ഇൻ കേസ് ഓഫ് ഓൾ എംപ്ലോയീസ്. അത് നമ്മൾ 2-3 ക്ലാസ്സുകൾക്ക് മുമ്പായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് റിഫ്രഷ് ചെയ്യണം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് പെർക്വിസിറ്റ്സ് ടാക്സബിൾ ഇൻ കേസ് ഓഫ് സ്പെസിഫൈഡ് എംപ്ലോയീസ് ആണ്. പെർക്വിസിറ്റ്സ് ടാക്സബിൾ ഇൻ കേസ് ഓഫ് സ്പെസിഫൈഡ് എംപ്ലോയീസ്. ആരെയാണ് സ്പെസിഫൈഡ് എംപ്ലോയി എന്ന് പറയാന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അതൊന്നുകൂടെ ഒന്ന് റിഫ്രഷ് ചെയ്യണം നിങ്ങൾ കേട്ടോ. ഓക്കെ, സോ എല്ലാ എംപ്ലോയീസും സ്പെസിഫൈഡ് എംപ്ലോയീസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടില്ല. സ്പെസിഫൈഡ് എംപ്ലോയീസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടണമെങ്കിൽ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. 3 കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താലാണ് അയാളെ സ്പെസിഫൈഡ് എംപ്ലോയീസ് എന്നുള്ള കാറ്റഗറിയിൽ നമ്മൾ പെടുത്താൻ പറ്റുള്ളൂ. അത് ഏതാണെന്നുള്ളതൊന്ന് നിങ്ങൾ നോക്കണം. ഒന്ന് ഡയറക്ടർ ഓഫ് കമ്പനി, ഒരു കമ്പനിയുടെ ഡയറക്ടറാണ് ഒരു എംപ്ലോയി. ആ കമ്പനിയുടെ അയാൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ഡയറക്ടർ ആണെങ്കിൽ അയാളെ സ്പെസിഫൈഡ് എംപ്ലോയി എന്ന് പറയും. അല്ലെങ്കിൽ ഒരു എംപ്ലോയി വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ്റെ 20% വോട്ടിംഗ് ഷെയർ അയാളുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക, അയാളെയും നമ്മൾ സ്പെസിഫൈഡ് എംപ്ലോയീസ് എന്ന് പറയും. അല്ല, 3ാമത്തെ കണ്ടീഷൻ ഇതാണ്, ഒരു കൊല്ലം അയാൾക്ക് 50,000 ഓർ മോർ ഇൻകം കിട്ടുന്നുണ്ട് വിചാരിക്കുക, ഇൻകം ഫ്രം സാലറി കിട്ടുന്നുണ്ടെങ്കിൽ അയാളെയും നമ്മൾ സ്പെസിഫൈഡ് എംപ്ലോയി എന്ന് പറയും. സോ സ്പെസിഫൈഡ് എംപ്ലോയീസിൻ്റെ കാര്യത്തിൽ മാത്രം ടാക്സബിൾ ആയിട്ടുള്ള പെർക്വിസിറ്റ്സ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. അത് നമ്മൾ മോട്ടോർ കാറാണ് കണ്ടത്. വാല്യുവേഷൻ ഓഫ് മോട്ടോർ കാർ നിങ്ങൾ കണ്ടിരുന്നു അല്ലേ? പലരും അതിൻ്റെ ആൻസർ ചെയ്തിട്ടുണ്ട്, അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാനൊരു വീഡിയോ പ്രസൻറ്റേഷൻ കാണിക്കാൻ പോവാണ്, PPT പ്രസൻറ്റേഷൻ കാണിക്കാൻ പോവാണ് കേട്ടോ, ശ്രദ്ധിച്ചോളൂ. പെർക്വിസിറ്റ്സ് ടാക്സബിൾ ഇൻ കേസ് ഓഫ് സ്പെസിഫൈഡ് എംപ്ലോയീസ് ഓൺലി, സ്പെസിഫൈഡ് എംപ്ലോയീസിന് മാത്രം ടാക്സബിൾ ആയിട്ടുള്ള പെർക്വിസിറ്റ്സ് 5 എണ്ണമാണ് ആ കാറ്റഗറിയിൽ വരുന്ന പെർക്വിസിറ്റ്സ്. അതിൽ ഒന്നാമത്തെ പെർക്വിസിറ്റ് ആണ് ഫെസിലിറ്റി ഓഫ് മോട്ടോർ കാർ ഫെസിലിറ്റി. അതിൻ്റെ വാല്യുവേഷൻ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. അതിൻ്റെ സൈസ് അനുസരിച്ചിട്ട് അതെന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള അനുസരിച്ചിട്ടൊക്കെ വാല്യുവേഷൻ മാറും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി കണ്ടതാണ് ഫെസിലിറ്റി ഓഫ് മോട്ടോർ കാർ. രണ്ടാമത്തെ സ്വീപ്പർ, വാച്ച്മാൻ, ഗാർഡനർ ആൻഡ് പേഴ്സണൽ അറ്റൻഡൻറ്റ്. എംപ്ലോയിക്ക് സ്വീപ്പറിനെയോ വാച്ച്മാനെയോ ഗാർഡനറിനെയോ പേഴ്സണൽ അറ്റൻഡൻറ്റിനെയോ കൊടുക്കുന്നുണ്ടെന്ന് വിചാരിക്കുക, എംപ്ലോയിക്ക്. അതും പെർക്വിസിറ്റാണ്. ആൻഡ് ദാറ്റ് പെർക്വിസിറ്റ് ഈസ് ടാക്സബിൾ ഇൻ കേസ് ഓഫ് സ്പെസിഫൈഡ് എംപ്ലോയീസ് ഓൺലി. 3ാമത്തെ ഗ്യാസ്, ഇലക്ട്രിക് എനർജി ആൻഡ് വാട്ടർ. ചിലപ്പോൾ എംപ്ലോയിക്ക് ഫ്രീ ഗ്യാസ് കൊടുത്തു എന്ന് വിചാരിക്കും, ഫ്രീ ഗ്യാസ് കൊടുക്കാമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇലക്ട്രിക് എനർജി ഫ്രീ ആയിട്ട് കൊടുക്കുന്നു വിചാരിക്കുക, അല്ലെങ്കിൽ വാട്ടർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അതും പെർക്വിസിറ്റ് തന്നെയാണ്. അതും സ്പെസിഫൈഡ് എംപ്ലോയീസിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ടാക്സബിൾ. 4ാമത്തെ എഡ്യൂക്കേഷൻ ഫെസിലിറ്റി ടു ദ മെമ്പർ ഓഫ് എംപ്ലോയീസ് ഹൗസ് ഹോൾഡ്. എംപ്ലോയിയുടെ വീട്ടിലെ ആർക്കെങ്കിലും എഡ്യൂക്കേഷൻ ഫെസിലിറ്റി കൊടുക്കുന്നുണ്ടെന്ന് വിചാരിക്കുക, എംപ്ലോയിയുടെ വീട്ടിലെ ആർക്കെങ്കിലും എഡ്യൂക്കേഷണൽ ഫെസിലിറ്റി കൊടുക്കുന്നുണ്ടെന്ന് വിചാരിക്കുക, ഐദർ ഫ്രീ ഓർ കൺസെഷണൽ റേറ്റ്. അങ്ങനെയാണെങ്കിൽ അതും പെർക്വിസിറ്റ് തന്നെയാണ്. അതും സ്പെസിഫൈഡ് എംപ്ലോയീസിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ടാക്സബിൾ. ആൻഡ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി. ഈ 5 എണ്ണമാണ് ഏത് കാറ്റഗറിയിൽ പെടുന്നത്? പെർക്വിസിറ്റ്സ് ടാക്സബിൾ ഇൻ കേസ് ഓഫ് സ്പെസിഫൈഡ് എംപ്ലോയീസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്നത്. ഓക്കെ, നമുക്ക് 1 by 1 ആയിട്ട് കാണാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നോ. ഓക്കെ, നിവേദേ, ശ്രദ്ധയും ഇല്ല എന്ന് പറയുന്നുണ്ട്. നിവേദേ, ഡൗട്ടില്ല. അപ്പോൾ സ്പെസിഫൈഡ് എംപ്ലോയീസിൻ്റെ കാര്യത്തിൽ
ഏതൊക്കെ 5 കാറ്റഗറി പെർക്വിസിറ്റ്സ് ആണ് ടാക്സബിൾ ആയിട്ട് വരുന്നത്. അതിലൊന്നാമത്തെ മോട്ടോർ കാർ ആണ്, ഫെസിലിറ്റി ഓഫ് മോട്ടോർ കാർ. അതിൻ്റെ വാലുവേഷൻ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് അല്ലേ. ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് ബാക്കിയുള്ള പെർക്വിസിറ്റ്സുകളെ പറ്റിയിട്ടാണ്. അതിൽ രണ്ടാമത്തെ പെർക്വിസിറ്റ് ആണ് സ്വീപ്പർ, വാച്ച്മാൻ, ഗാർഡനർ ആൻഡ് പേഴ്സണൽ അറ്റൻഡന്റ്. വെർ ദ എംപ്ലോയർ പ്രൊവൈഡ്സ് എനി സ്വീപ്പർ, വാച്ച്മാൻ, ഗാർഡനർ ഓർ പേഴ്സണൽ അസിസ്റ്റന്റ് ടു ദി എംപ്ലോയി ഫോർ ദ എംപ്ലോയീസ് ഹൗസ് ഹോൾഡ് സർവീസസ്. കണ്ടോ, എംപ്ലോയിയുടെ വീട്ടിലെ സർവീസസ് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയർ ആരെ കൊടുക്കുന്നത്? സ്വീപ്പറിനെ കൊടുക്കുന്നു, അല്ലെങ്കിൽ വാച്ച്മാനെ കൊടുക്കുന്നു, ഗാർഡനറെ കൊടുക്കുന്നു, പേഴ്സണൽ അറ്റൻഡന്റിനെ കൊടുക്കുന്നു, അല്ലെങ്കിൽ പേഴ്സണൽ അസിസ്റ്റന്റിനെ കൊടുക്കുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ വാല്യൂ എങ്ങനെയാണ്? അതൊരു ബെനിഫിറ്റ് ആണല്ലോ, ആ ബെനിഫിറ്റിനൊരു വാല്യൂ ഉണ്ടാവും. ആ വാല്യൂ കണ്ടെത്തണം, കാരണം അത് ടാക്സബിൾ ആണ്. സ്പെസിഫൈഡ് എംപ്ലോയീസിന്റെ കാര്യത്തിൽ അത് ടാക്സബിൾ ആണ്. സോ വാല്യൂ ഓഫ് പെർക്വിസിറ്റ് വിൽ ബി, എങ്ങനെയാ വാല്യൂ കാണാം? സാലറി പെയ്ഡ് ബൈ ദ എംപ്ലോയർ ഫോർ സച്ച് സ്വീപ്പർ ഓർ വാച്ച്മാൻ ഓർ ഗാർഡനർ എക്സെട്ര. ആ സ്വീപ്പറിന് അല്ലെങ്കിൽ വാച്ച്മാന് അല്ലെങ്കിൽ ഗാർഡനറിന് സാലറി കൊടുക്കുന്നുണ്ടാവും. ആര്? എംപ്ലോയർ സാലറി കൊടുക്കുന്നുണ്ടാവും. അതെത്രയാണോ അതാണ് അതിൻ്റെ വാല്യൂ. ഓക്കെ, എംപ്ലോയർ ആണ് ഇവിടെ എന്ത് കൊടുക്കുന്നത്? സാലറി കൊടുക്കുന്നത് ഈ വാച്ച്മാന് വേണ്ടിയിട്ടുള്ള. പക്ഷെ ജോലി എടുക്കുന്നത് എംപ്ലോയിയുടെ വീട്ടിലാണ്. ഓക്കെ, സോ അതിൻ്റെ വാല്യൂ എത്രയാണ്? എത്രയാണോ സാലറി കൊടുക്കുന്നത്, എംപ്ലോയർ എത്രയാണോ സാലറി കൊടുക്കുന്നത്, മൈനസ് അതിന് എന്താ കുറയ്ക്കേണ്ടത്? എനി എമൗണ്ട് കളക്റ്റഡ് ഫ്രം ദി എംപ്ലോയി ഓൺ ദിസ് ബിഹാഫ്. ചിലപ്പോൾ നാമമാത്രമായ നോമിനൽ എമൗണ്ട് എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് കൊടുക്കുന്നുണ്ടാവും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, സ്വീപ്പറിനെ കൊടുത്തു എന്ന് വിചാരിക്കുക. സ്വീപ്പറിന് മാസം 2000 രൂപയാണ് സാലറി. അത് ആരാ കൊടുക്കുന്നത്? എംപ്ലോയർ ആണ് കൊടുക്കുന്നത്. സോ 2000 രൂപയാണ് മാസം അത് സാലറി വരുന്നത്. അപ്പോൾ 2000 × 12 24,000 രൂപയാണ് അതിൻ്റെ വാല്യൂ. മൈനസ് ആ സ്വീപ്പറിന് വേണ്ടിയിട്ട് ഒരു 500 രൂപ എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് എംപ്ലോയർ മേടിക്കുന്നുണ്ട് വിചാരിക്കുക, 500 രൂപ. സോ ആ 500 രൂപ കുറയ്ക്കണം, 500 × 12 അത് കുറയ്ക്കണം. അപ്പോൾ ബാക്കിയുള്ളതാണ് ബെനിഫിറ്റ്, വാല്യൂ ഓഫ് ദാറ്റ് പെർക്വിസിറ്റ്. ഓക്കെ, ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Any doubt? ഓക്കെ, അപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു സ്വീപ്പറിനെ എനിക്ക് തന്നു വിചാരിക്കുക. എൻ്റെ എംപ്ലോയർ എൻ്റെ വീട്ടിലെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്വീപ്പറിനെ എനിക്ക് തന്നു വിചാരിക്കുക. ആ സ്വീപ്പറിന് 2000 രൂപയാണ് മാസം എംപ്ലോയർ കൊടുക്കുന്ന സാലറി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? ആ 2000 × 12 എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ്. ദാറ്റ് ഇസ് ദ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്. ഇനി ആ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എംപ്ലോയർക്ക് എന്തെങ്കിലും കൺസെഷണലായിട്ട് എന്തെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറച്ച് തരണം, കാരണം അതെനിക്ക് ബെനിഫിറ്റ് അല്ലല്ലോ. അത് കുറച്ച് തരണം, ബാക്കിയുള്ള തുക ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്. ആൻഡ് ദാറ്റ് ഈസ് ദ കേസ് ഓഫ് സ്വീപ്പർ ഓർ വാച്ച്മാൻ ഓർ ഗാർഡനർ ഓർ പേഴ്സണൽ അറ്റൻഡന്റ് ഓർ അസിസ്റ്റന്റ്. ഇനി മൂന്നാമത്തെ കാറ്റഗറിയിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ദാറ്റ് ഈസ് ഗ്യാസ്, ഇലക്ട്രിസിറ്റി ഓർ വാട്ടർ. അതും ചിലപ്പോൾ എംപ്ലോയർ നമുക്ക് ഫ്രീ ആയിട്ട് തന്നു എന്ന് വരും. വെൻ ദ എംപ്ലോയർ പ്രൊവൈഡ്സ് ഗ്യാസ്, ഇലക്ട്രിസിറ്റി ഓർ വാട്ടർ സപ്ലൈ ടു ദ എംപ്ലോയി ഫോർ ഹിസ് ഹൗസ് ഹോൾഡ് പർപ്പസ്. അതും വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എംപ്ലോയിയുടെ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എംപ്ലോയർ എന്തൊക്കെയാണ് കൊടുക്കുന്നത്? ചിലപ്പോൾ ഗ്യാസ് കൊടുത്തു എന്ന് വരാം, അല്ലെങ്കിൽ ഇലക്ട്രിക് എനർജി കൊടുത്തു എന്ന് വരാം, അല്ലെങ്കിൽ വാട്ടർ. Then the value of perquisite will be the actual amount paid by the employer to the agency supplying the gas, electricity or water. സിമ്പിൾ ലോജിക്കാണ് കേട്ടോ. എനിക്ക് ഗ്യാസ് തരുന്നുണ്ട് വിചാരിക്കുക, അല്ലെങ്കിൽ ഇലക്ട്രിക് എനർജി തരുന്നുണ്ട് വിചാരിക്കുക. ആര്? എംപ്ലോയർ. അപ്പോൾ എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റിൻ്റെ വാല്യൂ എത്രയാണ്? എത്രയാണോ ആ ഗ്യാസിന് വേണ്ടിയിട്ട് എംപ്ലോയർ ആർക്ക് കൊടുക്കുന്നത്? ആ ഏജൻസിക്ക്. ഗ്യാസിൻ്റെ ഏജൻസി ഉണ്ടാവുമല്ലോ, ആ ഏജൻസിക്ക് എത്ര രൂപയാണോ എംപ്ലോയർ കൊടുക്കുന്നത്, ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്. ഓക്കെ, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഏത് ഏജൻസിയാണോ എനിക്ക് തരുന്നത് ആ ഏജൻസിക്ക് ആരാ പൈസ കൊടുക്കുന്നത്? ഞാനല്ല പൈസ കൊടുക്കുന്നത്, എൻ്റെ എംപ്ലോയറാണ് പൈസ കൊടുക്കുന്നത്. അതെത്രയാണോ കൊടുക്കുന്നത്, ദാറ്റ് വിൽ ബി ദി വാല്യൂ ഓഫ് പെർക്വിസിറ്റ്. ഓക്കെ, if the employer provides such facilities from his own production unit, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നോട്ട് ഫ്രം ഔട്ട്സൈഡ് ഏജൻസി.
ഇപ്പോൾ ഗ്യാസോ ഇലക്ട്രിസിറ്റിയോ ഒന്നും എംപ്ലോയർ ഔട്ട്സൈഡ് ഏജൻസിയിൽ നിന്നല്ല കൊടുക്കുന്നത്. ചിലപ്പോൾ എംപ്ലോയർക്ക് സ്വന്തമായിട്ട് എന്തുണ്ടാവും, ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാക്ടറി ഉണ്ടാവും, അല്ലെങ്കിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാക്ടറി ഉണ്ടാവും. അതിൽ നിന്നാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. ഗ്യാസ് അല്ലെങ്കിൽ ഇലക്ട്രിക് എനർജി അല്ലെങ്കിൽ വാട്ടർ എംപ്ലോയറുടെ സ്വന്തം ഫാക്ടറിയിൽ നിന്നാണ് കൊടുക്കുന്നത് വിചാരിക്കുക, എംപ്ലോയിക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നത് വിചാരിക്കുക. ദെൻ ദ വാല്യൂ ഓഫ് പെർക്വിസിറ്റ് വിൽ ബി ആക്ച്വൽ മാനുഫാക്ചറിങ് കോസ്റ്റ് ഓഫ് സച്ച് ഗ്യാസ്, ഇലക്ട്രിസിറ്റി ഓർ വാട്ടർ ഇൻകേർഡ് ബൈ ദി എംപ്ലോയർ. ഇത് മനസ്സിലായില്ലേ? അതായത് ഔട്ട്സൈഡ് ഏജൻസിയിൽ നിന്നല്ല ഗ്യാസ് എംപ്ലോയിക്ക് കൊടുക്കുന്നത്, മറിച്ച് എംപ്ലോയർ സ്വന്തമായിട്ടൊരു ഗ്യാസ് പ്ലാന്റേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പ്ലാന്റേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ നിന്നാണ് ഗ്യാസോ അല്ലെങ്കിൽ ഇലക്ട്രിക് എനർജിയോ കൊടുക്കുന്നത് എങ്കിൽ, അങ്ങനെയാണെങ്കിൽ എത്രയാണ് വാല്യൂ ഓഫ് പെർക്വിസിറ്റ്? ദ ആക്ച്വൽ മാനുഫാക്ചറിങ് കോസ്റ്റ് ഓഫ് സച്ച് ഗ്യാസ്, ഇലക്ട്രിസിറ്റി ഓർ വാട്ടർ ഇൻകേർഡ് ബൈ ദി എംപ്ലോയർ. ഓക്കെ. And in the above two cases, if the employer collects any nominal amount from the employee in this behalf, that shall be deducted from the value. അത് എല്ലാത്തിലും ഉണ്ടാവും ആ ഒരു ക്ലോസ് കേട്ടോ. ഈ ഇങ്ങനെ ഗ്യാസ് കൊടുക്കുന്നതിലും ഇലക്ട്രിക് എനർജി കൊടുക്കുന്നതിലും എന്തെങ്കിലും ചെറിയൊരു എമൗണ്ട് എംപ്ലോയിയിൽ നിന്നും കളക്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക എംപ്ലോയർ, അങ്ങനെയാണെങ്കിൽ അത് കുറച്ച് കിട്ടണം. ബാക്കിയുള്ളത് പെർക്വിസിറ്റ് ആയിട്ട് കാണാൻ പാടുള്ളൂ, ബാക്കിയുള്ളത് വാല്യൂ ഓഫ് ബെനിഫിറ്റ് ആയിട്ട് കാണാൻ പാടുള്ളൂ. ഓക്കെ, ഇത് മനസ്സിലായോ? ഇത് മനസ്സിലായോ? യെസ്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് കഴിഞ്ഞു. മൂന്നാമത്തെ പെർക്വിസിറ്റ് ഏതാണത്? ഗ്യാസ്, ഇലക്ട്രിക് എനർജി ഓർ വാട്ടർ സപ്ലൈ. എംപ്ലോയിക്ക് സപ്ലൈ ചെയ്യുകയാണ്. ഒന്നുകിൽ അത് ഔട്ട്സൈഡ് ഏജൻസിയിൽ നിന്ന് എടുത്തിട്ട് എംപ്ലോയർ കൊടുക്കുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഔട്ട്സൈഡ് ഏജൻസിക്ക് എത്ര രൂപയാണോ എംപ്ലോയർ കൊടുക്കുന്നത്, ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്. അല്ലെങ്കിൽ എംപ്ലോയർ സ്വന്തം പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്നായിരിക്കും ഗ്യാസ് എടുത്ത് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാനുഫാക്ചറിങ് കോസ്റ്റ് എത്രയാണോ എംപ്ലോയർക്ക് വന്നിട്ടുള്ള മാനുഫാക്ചറിങ് കോസ്റ്റ് എത്രയാണോ, ദാറ്റ് വിൽ ബി ദ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്. അതിന് എന്ത് കുറയ്ക്കണം? അതിന് എംപ്ലോയിയിൽ നിന്നും എന്തെങ്കിലും തുച്ഛമായിട്ടുള്ള എമൗണ്ട് കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കണം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇനി നാലാമത്തെ പോയിന്റിലേക്ക് കിടക്കാം. എഡ്യൂക്കേഷൻ ഫെസിലിറ്റി ടു ദ മെമ്പർ ഓഫ് എംപ്ലോയീസ് ഹൗസ് ഹോൾഡ്. എംപ്ലോയീസിൻ്റെ വീട്ടിലെ എംപ്ലോയിയുടെ കുട്ടികൾക്കോ എംപ്ലോയിയുടെ ബ്രദേഴ്സിനോ അല്ലെങ്കിൽ എംപ്ലോയിയുടെ വീട്ടിലെ ആർക്കും എഡ്യൂക്കേഷൻ ഫെസിലിറ്റി കൊടുക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ആര്? എംപ്ലോയർ എഡ്യൂക്കേഷൻ ഫെസിലിറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ എ പെർക്വിസിറ്റ് വിച്ച് ഈസ് ടാക്സബിൾ ഇൻ കേസ് ഓഫ് സ്പെസിഫൈഡ് എംപ്ലോയീസ്. അത് എങ്ങനെയാണ് വരണേ എന്നുള്ളത് നോക്കിയോ കേട്ടോ. 3 പോയിന്റുകളാണ് ഇതിൽ വരുന്നത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് ഇതാണ്: ഇഫ് ദ എഡ്യൂക്കേഷണൽ ഫെസിലിറ്റി പ്രൊവൈഡഡ് ബൈ ദി എംപ്ലോയർ ടു ദ ചിൽഡ്രൻ ഓഫ് ദി എംപ്ലോയിയുടെ കുട്ടികൾക്കാണ് ആ എഡ്യൂക്കേഷൻ ഫെസിലിറ്റി കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. എവിടെയാണ് കൊടുക്കുന്നത്? ഇൻ ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഈസ് ഓൺഡ് ബൈ ദി എംപ്ലോയർ. എംപ്ലോയറുടെ സ്വന്തം ഇൻസ്റ്റിറ്റ്യൂഷൻ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അയാൾ റൺ ചെയ്യുന്നുണ്ടാവും എംപ്ലോയർ. ആ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ ഫെസിലിറ്റി ആർക്ക് കൊടുക്കുന്നുണ്ട്? എംപ്ലോയിയുടെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെ സാധാരണഗതിയിൽ ഉണ്ടാവും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ BSS ഗുരുകുലം, ആലത്തൂരിലുള്ളൊരു ഫേമസ് ആയിട്ടുള്ളൊരു സ്കൂളാണ് BSS ഗുരുകുലം. BSS ഗുരുകുലത്തിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ടീച്ചേഴ്സിൻ്റെയും കുട്ടികൾക്ക് BSS ഗുരുകുലത്തിൽ തന്നെ ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കും. മനസ്സിലായോ? സോ അതിൻ്റെ അർത്ഥം എന്താണ്? എംപ്ലോയർ ഓൺ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ എഡ്യൂക്കേഷൻ ഫെസിലിറ്റി ആർക്ക് കൊടുക്കുന്നുണ്ട്? അവിടുത്തെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എംപ്ലോയി അല്ലേ, എംപ്ലോയിയുടെ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ അത്തരം കേസുകളിൽ എന്തായിരിക്കും വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ ഫെസിലിറ്റി? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇഫ് ദ കോസ്റ്റ് ഓഫ് സച്ച് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റി ഇൻ എ സിമിലർ ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ എംപ്ലോയറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ മാതിരിയുള്ള സിമിലർ ഇൻസ്റ്റിറ്റ്യൂഷൻ പുറത്ത് പലയിടത്തും ഉണ്ടാവുമല്ലോ, അവിടുത്തെ കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഡസ് നോട്ട് എക്സീഡ്സ് 1000 per month. 1000 per month-നേക്കാൾ കൂടുതലാകുന്നില്ല എന്ന് വിചാരിക്കുക. അതായത് നമ്മളിപ്പോൾ ഒരു സാധാരണ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് നടത്തുന്നത്. അതേപോലത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ തൊട്ടപ്പുറത്തുണ്ട്. അവിടെ മന്ത്ലി ഫീസ് ഒരു 500 രൂപ വരുന്നുള്ളൂ വിചാരിക്കുക. അതായത് 1000-നേക്കാൾ മീതെ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ദെൻ ദ വാല്യൂ ഓഫ് പെർക്വിസിറ്റ് ഷാൽ ബി നിൽ. അങ്ങനെയാണെങ്കിൽ അത്ര വലിയ ബെനിഫിറ്റ് ഒന്നും അല്ലാതെ കൊടുക്കുന്നത്. കാരണം 1000 രൂപേനേക്കാൾ താഴെയുള്ളൊരു എഡ്യൂക്കേഷൻ ഫെസിലിറ്റിയാണ് എംപ്ലോയിയുടെ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദ വാല്യൂ ഓഫ് പെർക്വിസിറ്റ് ഷാൽ ബി നില്ലായിരിക്കും. കാരണം 1000 രൂപേനേക്കാൾ വാല്യൂ ഉള്ള ഒരു എഡ്യൂക്കേഷൻ ഫെസിലിറ്റി അല്ല എംപ്ലോയിയുടെ കുട്ടികൾക്ക് കൊടുക്കുന്നത്.
അപ്പോൾ 1000 രൂപേനേക്കാൾ മീതെ ആണെങ്കിൽ മാത്രമേ ബെനിഫിറ്റ് ആയിട്ട് കാണാൻ പാടുള്ളൂ. രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത്, ഇഫ് ദ കോസ്റ്റ് ഓഫ് സച്ച് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റി ഇൻ സിമിലർ ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സീഡ്സ് 1000 പെർ മന്ത്. അതായത് നമ്മളിപ്പോൾ ഒരു എംപ്ലോയറുടെ സ്കൂളിൽ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് വിചാരിക്കുക, അതേപോലത്തെ വേറെ സ്കൂളിൽ പഠിപ്പിക്കണമെങ്കിൽ എനിക്കൊരു 2000 രൂപ മന്ത്ലി പേയ്മെൻറ്റ് വരുന്നുണ്ട് വിചാരിക്കുക. ദാറ്റ് മീൻസ് ദ കോസ്റ്റ് എക്സീഡ്സ് 1000 റുപ്പീസ്. സിമിലർ സ്കൂളുകളിൽ എനിക്ക് പഠിപ്പിക്കുകയാണെങ്കിൽ 1000 റുപ്പീസിനേക്കാൾ മീതെ വരുന്നുണ്ടെങ്കിൽ then the value of perquisite shall be cost of such educational facility in similar institution minus amount collected from the employee in this behalf. അപ്പോൾ എത്രയായിരിക്കും വാല്യൂ ഓഫ് പെർക്യൂസിറ്റ്? എത്ര രൂപയാണോ സിമിലർ സ്കൂളുകളിലുള്ള ഫീസ് എത്രയാണോ ദാറ്റ് വിൽ ബി ദി വാല്യൂ ഓഫ് പെർക്യൂസിറ്റ്. അതായത് ഇപ്പോൾ BSS ഗുരുകുലത്തിൽ ഞാൻ പഠിപ്പിക്കുന്നത് വിചാരിക്കുക, ഞാൻ അവിടുത്തെ ടീച്ചറാണെന്ന് വിചാരിക്കുക. BSS ഗുരുകുലം ഒരു CBSE സ്കൂളാണ്. അപ്പോൾ എൻ്റെ കുട്ടികളെ ഞാൻ അവിടെ പഠിപ്പിക്കുന്നുണ്ട് വിചാരിക്കുക, എൻ്റെ ഒരു കുട്ടീനെ ഞാൻ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടീനെ ഞാൻ വേറൊരു സ്കൂളിലാണ് ചേർത്തിയെന്ന് വിചാരിക്കുക, വേറൊരു CBSE സ്കൂളിലാണ് ചേർത്തിയിരുന്നത് എങ്കിൽ അവിടെ എനിക്ക് 2500 രൂപ പെർ മന്ത് ഫീസായിട്ട് കൊടുക്കേണ്ടി വരുമായിരുന്നു എന്ന് വിചാരിക്കുക. അതാണ് ഞാനിവിടെ സേവ് ചെയ്തിരിക്കുന്നത് അല്ലേ. എൻ്റെ എംപ്ലോയർ എനിക്ക് തരുന്ന ഫെസിലിറ്റിയാണ് ആളുടെ CBSE സ്കൂളിൽ എൻ്റെ കുട്ടിക്ക് ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ തരാണ്. പകരം വേറൊരു സ്കൂൾ CBSE സ്കൂളിലാണെങ്കിൽ എനിക്ക് 2500 രൂപ കൊടുക്കണമായിരുന്നു. ദാറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് സിമിലർ എഡ്യൂക്കേഷണൽ ഫെസിലിറ്റി. ഓക്കെ, അതായിരിക്കും എനിക്ക് കിട്ടുന്ന പെർക്യൂസിറ്റ് വാല്യൂ. 2500 × 12 ദാറ്റ് വിൽ ബി ദ വാല്യൂ ഓഫ് പെർക്യൂസിറ്റ്. ഓക്കെ, ഇനി ആ 2500 വാല്യൂ ഉള്ള എഡ്യൂക്കേഷൻ ഫെസിലിറ്റി എംപ്ലോയി ആയ എനിക്ക് തരുന്നുണ്ട്. അതിന് ഞാനൊരു 500 രൂപ ഫീസായിട്ട് കൊടുക്കുന്നുണ്ട് വിചാരിക്കുക എംപ്ലോയർക്ക്. അപ്പോൾ അത് കുറച്ച് തരണം. അപ്പോൾ 2000 രൂപയുടെ ബെനിഫിറ്റ് എനിക്ക് കിട്ടുന്നുള്ളൂ. 2000 × 12 ആയിരിക്കും എൻ്റെ വാല്യൂ ഓഫ് പെർക്യൂസിറ്റ്. മനസ്സിലായോ? മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഡൗട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ജ്യോതി യെസ് മനസ്സിലായി എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത് അല്ലേ? ബാക്കിയുള്ളവർക്കും ചാറ്റ് ബോക്സിൽ പറയാം കേട്ടോ. സിന്ധുജ ചോദ്യ യെസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചത്. എഡ്യൂക്കേഷണൽ ഫെസിലിറ്റി ഹലോ ശരി, പുതിയ പാസ്വേഡ് എനിക്ക് അയച്ചു തന്നാൽ മതി. അയച്ചിട്ടുണ്ട്. മെഡിക്ക് ശരി 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 എന്നാ ശരി ശരി ഓക്കെ 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 ഫൈൻ ഓക്കെ 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 ശരി ശരി കേട്ടോ ശരി ശരി ഇവിടെ എഡ്യൂക്കേഷണൽ ഫെസിലിറ്റി എംപ്ലോയിയുടെ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ എംപ്ലോയിയുടെ കുട്ടികൾക്ക് കൊടുക്കുന്നു. എവിടെയാണ് എഡ്യൂക്കേഷൻ ഫെസിലിറ്റി കൊടുക്കുന്നത്? എംപ്ലോയർ ഓൺ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ആ എഡ്യൂക്കേഷൻ ഫെസിലിറ്റി കൊടുക്കുന്നത് എങ്കിൽ സിമിലർ ആയിട്ടുള്ള വേറൊരു സ്കൂളിൽ അതിൻ്റെ കോസ്റ്റ് 1000 രൂപേനേക്കാൾ മീതെ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ വാല്യൂ ഓഫ് പെർക്യൂസിറ്റ് വിൽ ബി നിൽ. ഇനി 1000 രൂപേനേക്കാൾ കൂടുതലാകുന്നുണ്ട് വിചാരിക്കുക. സിമിലർ ആയിട്ടുള്ള സ്കൂളുകളിൽ ഇതേ എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് 1000 രൂപേനേക്കാൾ കൂടുതൽ പെർ മന്ത് കോസ്റ്റ് വരുന്നുണ്ടെങ്കിൽ ആ കോസ്റ്റ് ആയിരിക്കും വാല്യൂ ഓഫ് ബെനിഫിറ്റ് ഓർ വാല്യൂ ഓഫ് പെർക്യൂസിറ്റ്. So this is the educational facility provided to the children in the institution owned by the employer. ഇതിൽ വരുന്ന രണ്ടാമത്തെ കേസ് നോക്കിക്കോളൂ. ഇഫ് ദ എഡ്യൂക്കേഷണൽ ഫെസിലിറ്റി പ്രൊവൈഡഡ് ബൈ ദി എംപ്ലോയർ ടു എനി അതർ ഹൗസ് ഹോൾഡ് മെമ്പേഴ്സ്, കുട്ടികൾക്കല്ല കൊടുക്കുന്നത്, എംപ്ലോയിയുടെ കുട്ടികൾക്കല്ല, എംപ്ലോയിയുടെ ബ്രദേഴ്സിനോ അല്ലെങ്കിൽ എംപ്ലോയിയുടെ അച്ഛനോ ആർക്കേക്കും, അച്ഛനോ അമ്മയ്ക്കോ ആർക്കേക്കോ ആണ്, എംപ്ലോയിക്കല്ല, എംപ്ലോയിയുടെ കുട്ടികൾക്കല്ല എഡ്യൂക്കേഷൻ ഫെസിലിറ്റി കൊടുക്കുന്നത് എങ്കിൽ ആൻഡ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് ഓൺഡ് ബൈ ദി എംപ്ലോയർ. അങ്ങനെയാണെങ്കിൽ ആകെയുള്ളൊരു വ്യത്യാസം 1000 രൂപ പെർ മന്ത് വരെ നേരത്തെ നില്ലായിരുന്നല്ലോ, അങ്ങനെ ഒരു ക്ലോസ് ഇവിടെ ഇല്ല. ഇവിടെ എത്രയാണോ then the value of perquisite shall be the cost of such educational facility in similar institution minus amount collected from the employee in this behalf. അപ്പോൾ 1000 രൂപ വരെയുള്ള കോസ്റ്റിന് എക്സംഷൻ അല്ലെങ്കിൽ നില്ല്, പെർക്യൂസിറ്റ് വാല്യൂ നില്ല് എന്ന് പറയുന്ന ക്ലോസ് ഇവിടെ ഇല്ല. കാരണം ഇത് എംപ്ലോയിയുടെ കുട്ടികൾക്കല്ല കൊടുക്കുന്നത്, മറിച്ച് എംപ്ലോയിയുടെ ബാക്കിയുള്ള ബന്ധുക്കൾക്കാണ് കൊടുക്കുന്നത് എങ്കിൽ
1000 രൂപ വരെയുള്ള കോസ്റ്റിന് നില്ല് എന്ന് പറയുന്ന ക്ലോസ് ഇവിടെ ഇല്ല. ഓക്കെ, സോ എഡ്യൂക്കേഷണൽ ഫെസിലിറ്റി എന്താണ് ഫുള്ള് എത്രയാണോ സിമിലർ സ്കൂളിൽ വരുന്ന ഫീസ് എത്രയാണോ അത് മൊത്തം ഇവിടെ വാല്യൂ ഓഫ് പെർക്യൂസിറ്റ് ആയിട്ട് വരും, അത് ടാക്സബിൾ ആയിട്ട് വരും. ഓക്കെ, സോ ദിസ് ഈസ് ദ സെക്കൻഡ് കേസ്. ഇവിടെ കുട്ടികൾക്കല്ല, എംപ്ലോയിയുടെ കുട്ടികൾക്കല്ല എഡ്യൂക്കേഷൻ ഫെസിലിറ്റി കൊടുക്കുന്നത്, എംപ്ലോയിയുടെ ബാക്കിയുള്ള ബന്ധുക്കൾക്കാണ് എന്ന് വിചാരിക്കാം. ഇനി മൂന്നാമത്തെ എന്താണ്? ഇഫ് ദ എഡ്യൂക്കേഷണൽ ഫെസിലിറ്റി പ്രൊവൈഡഡ് ബൈ ദി എംപ്ലോയർ ടു ദി children or any other household members of the employee in the institution which is not owned by the employer. employer own ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലല്ല എംപ്ലോയർ എന്ത് കൊടുക്കുന്നത്? എഡ്യൂക്കേഷൻ ഫെസിലിറ്റി കൊടുക്കുന്നത് വിചാരിക്കുക. സോ വേറെ ഒരാളുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് എംപ്ലോയിയുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ എംപ്ലോയിയുടെ വീട്ടിലെ മെമ്പേഴ്സിന് എഡ്യൂക്കേഷൻ ഫെസിലിറ്റി കൊടുക്കുന്നത് എങ്കിൽ then the value of perquisite shall be the actual expenditure incurred by the employer for such educational facility minus amount collected from employee in this behalf. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഒരു എന്താണ് VTB കോളേജിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ കുട്ടികൾ ഒരു സ്കൂളിൽ ഒരു CBSE സ്കൂളിൽ പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ഏതെങ്കിലും ഒരു CBSE സ്കൂളിൽ ഇപ്പോൾ നമ്മുടെ കോളേജിൻ്റെ അടുത്തുള്ള CBSE സ്കൂൾ ഉണ്ടല്ലോ, കേന്ദ്രീയ വിദ്യാലയം, എന്താണ് സെൻട്രൽ സ്കൂള്. ആ സെൻട്രൽ സ്കൂളിൽ എൻ്റെ കുട്ടികളെ പഠിപ്പിക്കുന്നു. ഫീസ് മുഴുവൻ അടയ്ക്കുന്നത് എൻ്റെ എംപ്ലോയർ ആണെന്ന് വിചാരിക്കുക. എൻ്റെ എംപ്ലോയറാണ് ഫീസ് മുഴുവൻ അടയ്ക്കുന്നതെങ്കിൽ എംപ്ലോയർ ഓൺ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല അത്. അതുകൊണ്ട് എത്രയാണോ ആ ഫീസ്, എത്രയാണോ എക്സ്പെൻഡിച്ചർ, എംപ്ലോയർ വഹിക്കുന്ന എക്സ്പെൻഡിച്ചർ എത്രയാണോ ദാറ്റ് വിൽ ബി ദ കോസ്റ്റ് ഓഫ് പെർക്യൂസിറ്റ്. ഇനി ഞാൻ അതിന് എന്തെങ്കിലും തുച്ഛമായ എമൗണ്ട് എംപ്ലോയർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് മൈനസ് ചെയ്ത് തരണം. ദ റിമൈനിങ് പാർട്ട് വിൽ ബി ദി വാല്യൂ ഓഫ് പെർക്യൂസിറ്റ്. മനസ്സിലായോ? എഡ്യൂക്കേഷണൽ ഫെസിലിറ്റി ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. അർച്ചന പറയുന്നുണ്ട് സെക്കൻഡ് കേസ് മനസ്സിലായില്ല എന്ന്. സെക്കൻഡ് കേസ് നമുക്കൊന്നുകൂടെ നോക്കാം. എഡ്യൂക്കേഷണൽ ഫെസിലിറ്റി ഫസ്റ്റ് കേസ് എന്താണ്? എഡ്യൂക്കേഷണൽ ഫെസിലിറ്റി എംപ്ലോയിയുടെ കുട്ടികൾക്കാണ് കൊടുക്കുന്നത്. എംപ്ലോയിയുടെ കുട്ടികൾക്കാണ് കൊടുക്കണമെങ്കിൽ 1000 രൂപ വരെയുള്ള എഡ്യൂക്കേഷണൽ ഫെസിലിറ്റി ആണെങ്കിൽ വാല്യൂ നില്ലാണ്. 1000-നേക്കാൾ കൂടുതൽ വിലയുള്ള എഡ്യൂക്കേഷണൽ ഫെസിലിറ്റിയാണ് കൊടുക്കുന്നതെങ്കിൽ എത്രയാണോ കോസ്റ്റ് വരുന്നത്, എത്രയാണോ ആ എമൗണ്ട് വരുന്നത് അത് മൊത്തം ടാക്സബിൾ പെർക്യൂസിറ്റ് ആയിരിക്കും, വാല്യൂ ഓഫ് പെർക്യൂസിറ്റ് ആയിരിക്കും. അതിന് എംപ്ലോയി എന്തെങ്കിലും നാമമാത്രമായ എമൗണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്ത് തരും. ഓക്കെ, സോ ദിസ് ഇസ് ദ ഫസ്റ്റ് കേസ്. സെക്കൻഡ് കേസ് എംപ്ലോയിയുടെ കുട്ടികൾക്കല്ല എഡ്യൂക്കേഷൻ ഫെസിലിറ്റി കൊടുക്കുന്നത്, മറിച്ച് എംപ്ലോയിയുടെ വീട്ടിൽ താമസിക്കുന്ന വേറെ മെമ്പേഴ്സ് ഉണ്ടാവുമല്ലോ, എംപ്ലോയിയുടെ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ എംപ്ലോയിയുടെ സിസ്റ്ററിനോ ആണ് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റി കൊടുക്കുന്നതുണ്ടെങ്കിൽ അവിടെ 1000 രൂപ വരെയുള്ള കോസ്റ്റ് നില്ലായിട്ടായിരുന്നല്ലോ നേരത്തെ കണ്ടിരുന്നത്, കുട്ടികൾക്കുള്ളതിന് കണ്ടിരുന്നത്. ആ ക്ലോസ് ഇവിടെ ഇല്ല, അത്രയേ ഉള്ളൂ വ്യത്യാസം. Then the value of perquisite shall be the cost of such educational facility in similar institution minus amount collected from employee in this behalf. ഒരു എക്സാമ്പിൾ പറയാം. ഞാനിപ്പോൾ BSS ഗുരുകുലത്തിലാണ് പഠിക്കുന്നത്. BSS ഗുരുകുലത്തിലാണ് ഞാൻ എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുന്നത് വിചാരിക്കുക. എംപ്ലോയി ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് BSS ഗുരുകുലത്തിലാണ്. എൻ്റെ സിസ്റ്റർ +2 ആണ് പഠിക്കുന്നത് വിചാരിക്കുക. അപ്പോൾ ആ +2 പഠിക്കുന്ന എൻ്റെ സിസ്റ്ററിന് അവിടെ ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട് വിചാരിക്കുക. ഫ്രീ ആയിട്ട് CBSE സ്കൂളാണ്, അവിടെ ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എത്ര രൂപയാണോ സിമിലർ CBSE സ്കൂളിൽ വരുന്ന ഫീസ് അത് മൊത്തം എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റാണ്, അത് ടാക്സബിൾ ആയിരിക്കും. Okay, that will be the value of perquisite. Value of perquisite shall be the cost of such educational facility in similar institution. ഇനി ഞാൻ എന്തെങ്കിലും നോമിനൽ എമൗണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ച് തരും. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ സെക്കൻഡ് കേസ്. തേർഡ് കേസിൽ എംപ്ലോയർ ഓൺ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലല്ല എഡ്യൂക്കേഷണൽ ഫെസിലിറ്റി കൊടുക്കുന്നതെന്നുള്ളത് ആണ്. അതുമാത്രമാണ് വ്യത്യാസം. അപ്പോൾ എംപ്ലോയർ എന്താ ചെയ്യുന്നത്? എഡ്യൂക്കേഷൻ ഫെസിലിറ്റി എവിടെയാണ് തരുന്നത്? വേറെ സമീപത്തുള്ള വേറെ സ്കൂളിലായിരിക്കും എനിക്ക് എൻ്റെ കുട്ടികൾക്കോ അല്ലെങ്കിൽ എൻ്റെ സിസ്റ്ററിനോ ഉള്ള എഡ്യൂക്കേഷൻ ഫെസിലിറ്റി തരുന്നത്. അത് പക്ഷേ ഫീസ് അടയ്ക്കുന്ന ആരായിരിക്കും? എംപ്ലോയർ ആയിരിക്കും. അപ്പോൾ എത്രയാണോ ഫീസ് എംപ്ലോയർ അടയ്ക്കുന്നത് ദാറ്റ് വിൽ ബി ദ വാല്യൂ ഓഫ് ബെനിഫിറ്റ് ഓർ വാല്യൂ ഓഫ് പെർക്യൂസിറ്റ്. അർച്ചനയ്ക്ക് മനസ്സിലായോ? സെക്കൻഡ് കേസ് മനസ്സിലായോ?
യെസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ, ഞാൻ രണ്ടാമത് പറഞ്ഞാൽ എനിക്ക് മടിയില്ല. ഓക്കെ, അപ്പം നമുക്ക് ലാസ്റ്റ് പോയിന്റിലേക്ക് കിടക്കാം. ഏതാണ്? ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി. ഇഫ് ദ എംപ്ലോയർ ഈസ് ക്യാരിങ് എ ട്രാൻസ്പോർട്ട് കമ്പനി, എംപ്ലോയർ ഒരു ട്രാൻസ്പോർട്ട് കമ്പനിയാണ് കൊണ്ട് നടക്കുന്നത് വിചാരിക്കുക, ഒരു ബസ് ഓടിക്കുന്ന ഒരു കമ്പനിയാണ്, അല്ലെങ്കിൽ ഒരു ട്രാൻസ്പോർട്ട് കമ്പനിയാണ് നടത്തണമെന്ന് വിചാരിക്കുക. ആര്? എംപ്ലോയർ. ആൻഡ് ഹീ പ്രൊവൈഡ് സം ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ടു ദ എംപ്ലോയീസ് ഓഫ് ഹിസ് കമ്പനി. കമ്പനിയിലത്തെ എംപ്ലോയീസിന് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട് വിചാരിക്കുക, ഫോർ പ്രൈവറ്റ് ജേർണി അറ്റ് ഫ്രീ ഓർ കൺസെഷണൽ റേറ്റ്. ഇപ്പോൾ എംപ്ലോയർ നടത്തുന്നത് ഒരു ട്രാൻസ്പോർട്ട് കമ്പനിയാണ്. ആ ട്രാൻസ്പോർട്ട് കമ്പനിയിലെ എംപ്ലോയീസിന് പ്രൈവറ്റ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ആര് കൊടുക്കുന്നുണ്ട്? എംപ്ലോയർ കൊടുക്കുന്നുണ്ട് വിചാരിക്കുക. അത് ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ കൺസെഷണൽ റേറ്റിലോ എംപ്ലോയർ കൊടുക്കുന്നുണ്ട് വിചാരിക്കുക. ദെൻ ദ വാല്യൂ ഓഫ് സച്ച് പെർക്യൂസിറ്റ് ഷാൽ ബി ദ വാല്യൂ at which such facility is provided by the employer to the actual customers or public minus any amount collected from employee in this behalf. ഒരു ഉദാഹരണം പറയാം. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ബസ് ഓപ്പറേറ്റർ, ബസ് ട്രാൻസ്പോർട്ടേഷൻ കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ ഡ്രൈവറാണ് ഞാൻ വിചാരിക്കുക, ഡ്രൈവറാണ് ഞാൻ. സോ എനിക്ക് മന്ത്ലി പേയ്മെൻറ്റ് എംപ്ലോയർ എനിക്ക് തരുന്നുണ്ട്, സാലറി തരുന്നുണ്ട്. ഓക്കെ, സോ എൻ്റെ എംപ്ലോയർ എന്ന് പറയുന്നത് ഈ കമ്പനി ഓൺ ചെയ്യുന്നത്, ഈ ട്രാൻസ്പോർട്ട് കമ്പനി ആളുടെയാണ്, അദ്ദേഹത്തിൻ്റെയാണ്. സോ അയാൾ എനിക്ക് മന്ത്ലി സാലറി തരുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു വേളാങ്കണ്ണി ട്രിപ്പ് പ്ലാൻ ചെയ്യണം. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കുട്ടികളും കൂടിയിട്ട് വേളാങ്കണ്ണി ട്രിപ്പ് പ്ലാൻ ചെയ്യണം. സോ എൻ്റെ ഓണറിൻ്റെ കമ്പനി ഒരു ട്രാൻസ്പോർട്ട് കമ്പനിയാണല്ലോ, ഇപ്പോൾ കല്ലടയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ കല്ലടയ്ക്ക് വേളാങ്കണ്ണിയിലേക്ക് ഒരു ട്രിപ്പ് ദിവസവും ട്രിപ്പ് പോകുന്നുണ്ടാവും. ആ ബസ്സിൽ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ കുട്ടികൾക്കും വേളാങ്കണ്ണിക്ക് പോകാനുള്ളൊരു ഫെസിലിറ്റി ആര് തരികയാണ്? കല്ലട ഓണർ എനിക്ക് തരികയാണെന്ന് വിചാരിക്കുക. കാരണം ഞാൻ അവിടുത്തെ ഡ്രൈവറാണല്ലോ. സോ ഫ്രീ ആയിട്ട് എനിക്ക് വേളാങ്കണ്ണിക്ക് ഒരു ട്രിപ്പ്, ആ കല്ലടയുടെ ബസ്സിൽ ഒരു ട്രിപ്പിൽ ഞാനും കയറി, എൻ്റെ ഭാര്യയും എൻ്റെ കുട്ടികളും കയറി, എനിക്ക് ടിക്കറ്റ് കൊടുക്കണ്ട. സോ ദാറ്റ് ഈസ് എ ബെനിഫിറ്റ്. അതിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ വാല്യൂ എത്രയാണ്? ഏത് റേറ്റിലാണോ കല്ലടക്കാരൻ ബാക്കിയുള്ള കസ്റ്റമേഴ്സിന് ഈ ഫെസിലിറ്റി, വേളാങ്കണ്ണി ട്രിപ്പ് എന്ന് പറയുന്ന ഫെസിലിറ്റി കൊടുക്കുന്നത്, അത് ചിലപ്പോൾ 500 രൂപയായിരിക്കും, അല്ലെങ്കിൽ 1500 രൂപയായിരിക്കും. വേളാങ്കണ്ണിക്കുള്ള ഒരു ട്രിപ്പിന് ഒരു ടിക്കറ്റിന് 1500 രൂപയായിരിക്കും. സോ എനിക്ക് 1500 രൂപ ഞാൻ സേവ് ചെയ്തു, എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട 1500 രൂപ ഞാൻ സേവ് ചെയ്തു, എൻ്റെ കുട്ടികൾക്ക് കൊടുക്കേണ്ട 1500 രൂപ ഞാൻ സേവ് ചെയ്തു. ആൻഡ് ദാറ്റ് വിൽ ബി ദി വാല്യൂ ഓഫ് പെർക്യൂസിറ്റ് ഇൻ ദിസ് കേസ്. ഓക്കെ, ഇനി 1500 പകരം ഞാനൊരു 200 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 200 രൂപ എനിക്ക് കുറച്ച് തരും, ബാക്കിയുള്ളതാണ് എൻ്റെ ബെനിഫിറ്റ്. ഓക്കെ. And in case of employees of airline or railways, the value of such facility shall be nil. റെയിൽവേസിൻ്റെ കാര്യത്തിലും എയർലൈൻസിൻ്റെ എംപ്ലോയീസ് ആണെങ്കിൽ, റെയിൽവേസിൻ്റെ എംപ്ലോയീസോ എയർലൈൻസിൻ്റെ എംപ്ലോയീസോ ആണെങ്കിൽ ഇവിടെ വാല്യൂ ഷാൽ ബി നിൽ. ബാക്കിയുള്ള പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് കമ്പനികളുടെ കാര്യത്തിലാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സംഗതി വരുന്നത്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? മനസ്സിലായോ? മനസ്സിലായി? എന്നാൽ ഞാൻ ഒരു പ്രോബ്ലം തരട്ടെ, ചെറിയൊരു പ്രോബ്ലം തരാം. നിങ്ങൾ എഴുതിയിരിക്കോ? എഴുതാൻ തയ്യാറാണോ നിങ്ങൾ? യെസ്. ഞാനൊരു പ്രോബ്ലം തരാൻ പോവാണ്, എഴുതിയെടുത്തോളൂ കേട്ടോ. ഞാനൊരു പ്രോബ്ലം തരാൻ പോവാണ്. മിസ്റ്റർ അലക്സ് ഈസ് an employee of Goodwill Transport Company. He and his wife
went for a pleasure trip in a bus owned by Goodwill Transport Company. Actual ticket charge of that pleasure trip is 4,000 rupees per person. 4,000 rupees per person. But Mr. Alex paid only 500 rupees per person. What shall be the value of perquisite? മിടുക്കി കീർത്തി ആദ്യം തന്നെ പറഞ്ഞു. വിമീഷ പറഞ്ഞു. കീർത്തന, ശ്രീരാജ്, ഗുഡ്, വെരി ഗുഡ്. സ്നേഹ, ഐശ്വര്യ, ജ്യോതി, വെരി ഗുഡ്. അഖില, സിന്ധുജ, അർച്ചന, ശ്രദ്ധ, അപർണ, കൃഷ്ണേന്ദു, ശ്രീലക്ഷ്മി, മിനി, ആതിര മീര, സജിത്ത്, സുധീഷ്, അക്ഷിത, ഹരിപ്രിയ, അഭിജിത്ത്, നന്ദികേഷ്, രാഹുൽ, അഞ്ജലി, വിശ്വാസ് ബാലചന്ദ്രൻ, അഭിഷേക്. എല്ലാവർക്കും കിട്ടിയില്ലേ? വളരെ സിമ്പിളാണ് അല്ലേ? പ്ലഷർ ട്രിപ്പിന് പോവാണ്, എംപ്ലോയറിൻ്റെ വണ്ടിയിലാണ് പോകുന്നത്. ആക്ച്വൽ ടിക്കറ്റ് ചാർജ് 4,000 രൂപയാണ്. 2 പേരാണ്, വൈഫായിട്ടാണ് പോകുന്നത്. സോ 8,000 രൂപയ്ക്കാണ് ശരിക്കും പോകേണ്ടത്. പക്ഷേ ഇവർ എത്ര രൂപയെ കൊടുത്തിട്ടുള്ളൂ? 500 രൂപയെ കൊടുത്തിട്ടുള്ളൂ ഒരാൾക്ക്. സോ 1000 രൂപ ഇവർ കൊടുത്തിട്ടുള്ളൂ 2 പേർക്കും കൂടിയിട്ട്. സോ 8,000 രൂപയുടെ സാധനം 1000 രൂപയ്ക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ 7,000 രൂപയാണ് ബെനിഫിറ്റ്, വാല്യൂ ഓഫ് പെർക്യൂസിറ്റ്. സോ ദാറ്റ് പെർക്യൂസിറ്റ് വിൽ ബി ടാക്സബിൾ ഇഫ് മിസ്റ്റർ അലക്സ് ഈസ് എ സ്പെസിഫൈഡ് എംപ്ലോയി ആണെങ്കിൽ അലക്സ് അതിന് ടാക്സ് അടയ്ക്കേണ്ടി വരും. സോ ദാറ്റ് ഈസ് ദ കേസ് ഓഫ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി. വെരി ഗുഡ്. ഇനി ഒരു ചെറിയൊരു പ്രോബ്ലം കൂടെ ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അത് എഡ്യൂക്കേഷൻ ഫെസിലിറ്റിയാണ്. അത് കുറച്ച് കൺഫ്യൂസിങ് ആയതുകൊണ്ട് 2 പ്രോബ്ലം അതിൽ ചെയ്യാം. ഓക്കെ, എഴുതിക്കോളൂ. മിസ്റ്റർ മോഹൻദാസ് is an employee of Shobha Educational Institution. The institution provides free education to the son of Mr. Mohandas in their institution. The cost of such educational facility in similar institution nearby is rupees 3,000 per month.
what shall be the value of perquisite? $3,000. വിമീഷ 3,000 പറഞ്ഞിട്ടുണ്ട്. 3,000 പെർ മന്ത് അല്ലേ? സോ 3,000 പെർ മന്ത് എന്ന് പറയുമ്പോൾ സുജിഷും 3,000 പെർ മന്ത് എന്ന് പറയുന്നുണ്ട്. 3,000 പെർ മന്ത് എന്ന് പറയുമ്പോൾ ഇയർലി ആയിട്ട് കൺവേർട്ട് ചെയ്യണം കേട്ടോ അതിനെ. രാഹുലും 3,000 എന്ന് പറയുന്നത് 3,000 ഈസ് ഓക്കെ, പക്ഷേ 3,000 പെർ മന്ത് ആണ്. സോ 3,000 വരുമ്പോൾ 36,000 വരും. യെസ്, 36,000 ഇയർലി. 36,000 ഇയർലി. ഓക്കെ ഫൈൻ, ഗുഡ്. കാരണം ഇത് 1000 രൂപേനേക്കാൾ മീതെയായി ഈ എഡ്യൂക്കേഷണൽ ഫെസിലിറ്റി. വെരി ഗുഡ്. എല്ലാവരും 36,000 കിട്ടിയിട്ടുണ്ട്. 1000 രൂപേനേക്കാൾ മീതെയായി ഈ എഡ്യൂക്കേഷണൽ ഫെസിലിറ്റിക്ക്. 1000 രൂപേനേക്കാൾ മീതെയായാൽ പിന്നെ ഫുള്ളി ടാക്സബിൾ ആണ്. ഓക്കെ, ക്ലിയർ. ഇത് എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് ചെറിയൊരു എമൗണ്ട് ഒന്നും കളക്ട് ചെയ്യണമില്ല. സോ ഫുള്ളി 36,000 വിൽ ബി ടാക്സബിൾ. ഓക്കെ, ഫുള്ളി 36,000 വിൽ ബി ടാക്സബിൾ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കണക്കുകളിൽ പലപ്പോഴും ആവശ്യമായിട്ട് വരും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യം വരുന്നത്, കണക്കിനെ സമയത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യം വരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുള്ള മോട്ടോർ കാറിൻ്റെ വാല്യുവേഷനാണ്. സോ മോട്ടോർ കാറിൻ്റെ വാല്യുവേഷനും ഇതിലെ ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ബാക്കി 4 പോയിന്റുകളും ചേർത്തിയിട്ട് ഞാനൊരു ചെറിയൊരു പ്രോബ്ലം നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ തരുന്നതായിരിക്കും. 36,000. ഓക്കെ ഫൈൻ, ഗുഡ്. ശ്രീലക്ഷ്മി, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. യെസ്, ശ്രീരാജ പറയേ. ശ്രീരാജ വോയിസ് ഓഡിബിൾ അല്ലല്ലോ, കട്ടാവുണ്ട്. പറഞ്ഞോളൂ. മോനെ, അതെ, ഒരു കാര്യം ചെയ്യോ, നമുക്ക് വാട്സപ്പിലൂടെ ഡൗട്ട് ക്ലിയർ ചെയ്താലോ? ഓഡിയോ ക്ലിയർ അല്ല ശ്രീരാജിൻ്റെ. എനിക്കൊരു റേഞ്ച് പ്രോബ്ലം ഉണ്ട്. നീ ഡൗട്ട് ഒന്നുകിൽ ചാറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഇതിലോ ഇടുമോ? ചാറ്റ് ബോക്സിലിട്ടാൽ കുറച്ചും കൂടെ ക്ലിയർ ആവും. ചാറ്റ് ബോക്സിലിട്ടോ. ചാറ്റ് ബോക്സിൽ ഇട്ടുണ്ടോ? എഡ്യൂക്കേഷണൽ ഫെസിലിറ്റി പ്രൊവൈഡഡ് ടു ഔട്ട്സൈഡേഴ്സ്. എഡ്യൂക്കേഷണൽ ഫെസിലിറ്റി പ്രൊവൈഡഡ് ടു ഔട്ട്സൈഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയിയുടെ വീട്ടിലല്ലാത്തവരുടെ കാര്യമാണോ പറയുന്നത്? എംപ്ലോയിയുടെ വീട്ടിലല്ലാത്തവർക്ക് എംപ്ലോയർ എഡ്യൂക്കേഷൻ ഫെസിലിറ്റി കൊടുക്കില്ല. എംപ്ലോയിയുടെ വീട്ടിലുള്ളവർക്ക് മാത്രമേ എംപ്ലോയർ എഡ്യൂക്കേഷൻ ഫെസിലിറ്റി കൊടുക്കുള്ളൂ. എംപ്ലോയിയുടെ വീട്ടിലല്ലാത്ത ഔട്ട്സൈഡേഴ്സിന് എംപ്ലോയർ എഡ്യൂക്കേഷൻ ഫെസിലിറ്റി കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഫുള്ളി ടാക്സബിൾ ആയിരിക്കും. കാരണം അത് വലിയ ബെനിഫിറ്റ്. കാരണം ശരിക്കും എംപ്ലോയിയുടെ വീട്ടിലുള്ളവർക്ക് കൊടുക്കേണ്ട ബാധ്യതയെ എംപ്ലോയർക്കുള്ളൂ. എംപ്ലോയിയുടെ വീട്ടിൽ ഇല്ലാത്തവർക്ക്, അതാണ് ഔട്ട്സൈഡർ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. അത് അങ്ങനെ കൊടുക്കാറില്ല എംപ്ലോയർ. അഥവാ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ടാക്സ് എംപ്ലോയി കൊടുത്തിരിക്കണം. ഫുള്ളി ടാക്സബിൾ ആയിരിക്കും ആ വാല്യൂ കേട്ടോ. ഇപ്പോൾ എടുത്ത PPT ഞാൻ ഇതിൽ ഷെയർ ചെയ്ത് തരാം. നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരാം കേട്ടോ. PPT ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരാം. നിങ്ങൾക്ക് ഈ ക്ലാസ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഈ ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾക്ക്
ഞാൻ എന്താണ് ക്ലാസ് റൂമിലിടാം, ഗൂഗിൾ ക്ലാസ് റൂമിലിടും ചെയ്യാം കേട്ടോ. ഇനി എന്താണ്, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കേസ്, അതായത് പെർക്യൂസിറ്റ്സ് ടാക്സബിൾ ഇൻ കേസ് ഓഫ് സ്പെസിഫൈഡ് എംപ്ലോയീസ് മുഴുവൻ തീർന്നു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പെർക്യൂസിറ്റ്സ് വിച്ച് ഈസ് ഫ്രീ ഓഫ് ടാക്സ്, ദാറ്റ് ഈസ് ടാക്സ് ഫ്രീ പെർക്യൂസിറ്റ്സ് ആയിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണാൻ പോകുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ഒരു ചെറിയൊരു പ്രോബ്ലം, എല്ലാം കൂടിയിട്ടുള്ളൊരു പ്രോബ്ലം ഞാൻ ഇന്ന് വൈകുന്നേരം ഗൂഗിൾ ക്ലാസ് റൂമിൽ